ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. വീട്ടിൽ നിൽക്കാൻ വന്നു കഴിഞ്ഞാൽ വീടിൻ്റെ തൊട്ടപ്പുറത്ത് പാടമുണ്ടേ. ആ പാടത്തേക്ക് മീൻ പിടിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് പൊന്നൂസ് അപ്പയ്ക്ക് തൊര്യം കൊടുക്കില്ല. അങ്ങനെ പൊന്നൂസും അപ്പയും ജിത്തുചേട്ടനൊക്കെ ആയിട്ട് ഞങ്ങൾ മീൻ പിടിക്കാൻ പോവാണ്. ആ ഒരു വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ ഇന്ന് ഞാൻ ഇടാൻ പോകുന്നത്. അപ്പോൾ മീൻ പിടിക്കാൻ എരേനെ തപ്പി നടക്കുകയാണ്. മണ്ണിരയില്ലേ, നമ്മുടെ മണ്ണിരേനൊന്നും ഇപ്പോൾ കിട്ടാനേ ഇല്ല. എന്നാലും കുറേയൊക്കെ മണ്ണൊക്കെ ഇങ്ങനെ ആകെ ഇളക്കി ഇട്ടിട്ട് 2-3 കിട്ടിയെന്ന് തോന്നുന്നു. ചൂണ്ട ഇല്ലാത്ത കാരണം ഒരു തട്ടിക്കൂട്ടിൽ ചൂണ്ടപ്പിടുത്തമാണേ. എന്തായാലും മീൻ കിട്ടിയാൽ മതിയില്ലേ. അപ്പോൾ ചൂണ്ടയുടെ വടിയൊക്കെ നമ്മൾ സ്വന്തമായിട്ട് തന്നെ സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അന്നൊരു അവധി ദിവസമായ കാരണം അന്ന് ബസ് മുടക്കോ എന്തോ ആയിരുന്നു. അത് കാരണം നമുക്ക് പുറത്തിറങ്ങാൻ കടകളും ഷോപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ തട്ടിക്കൂട്ടി ഒരെണ്ണം ഉണ്ടാക്കി. എന്തായാലും മീൻ കിട്ടിയാൽ മതിയല്ലോ. അങ്ങനെ നമ്മൾ എരേനൊക്കെ ആയിട്ട് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് പാടത്തേക്ക് പോവാണ് കേട്ടോ. മോളാണേ മീൻ പിടിക്കാൻ പോണേന് മേൽനോട്ടം വഹിക്കണേ. അതുകൊണ്ട് തന്നെ അപ്പടെ കൈ പിടിച്ച് ഫ്രണ്ടിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് അങ്ങ് കാണുന്നതാണ് കേട്ടോ നമ്മുടെ പാടം. നല്ല ഭംഗിയാണ്, പച്ച വിരിച്ചിട്ട് ഇങ്ങനെ കിടക്കണ കാണാനായിട്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ നമ്മൾ ചെറുപ്പത്തിലൊന്നും ഇങ്ങനെ നമ്മൾ പോയിട്ട്, ഇതിപ്പോൾ എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ മീൻ പിടിക്കാൻ പോകല്. ഞാനങ്ങനെ പോയിട്ടൊന്നുമില്ല. അവിടെ നിന്ന് അങ്ങ് മഴക്കാറ് വരുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് പിടിച്ച് തീർക്കണം. എന്തോരം കിട്ടുമെന്നൊക്കെ വഴിയെ കാണാം. എന്തായാലും പൊന്നൂസിന് ഈ പാടഭാഗങ്ങളൊക്കെ വീട്ടിലുള്ളവർ മഴക്കാലത്ത് സ്ഥിരം ചെയ്യുന്ന പരിപാടിയായിരിക്കും കേട്ടോ ഈ മീൻ പിടിക്കലൊക്കെ. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മളത് ആദ്യമായിട്ടാണ് ഞാനൊക്കെ ചെയ്യുന്നത് കാരണമാണ് കേട്ടോ ഞാനിത് വലിയൊരു സംഭവമായിട്ടൊക്കെ പറയുന്നത്. എന്തായാലും നല്ല മഴക്കാറ് വരുന്നുണ്ട്. അതിന് മുന്നേ നമുക്ക് മീൻ പിടിച്ചിട്ട് വീട്ടിൽ പോകണം. അപ്പോൾ നമുക്ക് മീൻ പിടിക്കാൻ പോവാം. അപ്പോൾ ഇനി ഈ പാലം കടന്നിട്ട് നമുക്ക് ആ സൈഡിലേക്ക് പോയാൽ അവിടെ നിന്നാണ് നമ്മൾ മീൻ പിടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് കിടക്കാം. എൻ്റെ കുട്ടിക്കാലത്തൊന്നും ഇങ്ങനെ പാടത്ത് മീൻ പിടിക്കാൻ പോകുന്ന ഒരു സാഹചര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ടൗൺ ഏരിയയിലാണ് താമസിച്ചെങ്കിലും കൂടിയിട്ട് പാടൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളതിനൊന്നും അങ്ങനെ വീട്ടിൽ നിന്ന് വിട്ടിരുന്നില്ല. ഒരു പക്ഷേ പെൺകുട്ടികളായ കാരണമായിരിക്കാം അങ്ങനെയൊന്നും എനിക്ക് ഇഷ്ടമായിരുന്നു. ഇങ്ങനെ കാണുമ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ കളിക്കുന്നത് കാണുമ്പോഴൊക്കെ ഇഷ്ടമായിരുന്നു. പക്ഷെ എന്തായാലും എനിക്ക് തോന്നുന്നു ഞാൻ കല്യാണം കഴിഞ്ഞ ശേഷമൊക്കെയാണ് ഞാൻ പാടത്തേക്ക് ഇറങ്ങിയിട്ട് ഒന്ന് പാടത്തിൻ്റെ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് തുടങ്ങിയത്. എന്തായാലും അവൻ എരേനെ കോർക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ചൂണ്ടയുടെ മുകളിൽ മണ്ണിരേനെ കോർത്തിട്ടാണ് മീൻ പിടിക്കുന്നത്. അവൻ നല്ല എക്സ്പേർട്ടാണ് കേട്ടോ. കാരണം അവരുടെ പറമ്പിൻ്റെ ബാക്ക് സൈഡിലാണ് ഈ ഒരു സ്പോട്ട് വരുന്നത്. അപ്പോൾ അവൻ അങ്ങനെ ഇടയ്ക്കൊക്കെ ചെയ്യാറുണ്ട്, മീനെ പിടിക്കാറുണ്ട്. അത് കാരണം അവന് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അവൻ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ചേച്ചിയുടെ മോനാണ് കേട്ടോ. അപ്പോൾ മീൻ പിടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു ഗൈസ്. അങ്ങനെ പേപ്പനും മോനും കൂടിയിട്ട് മീൻ പിടിച്ചു. ചെറിയ മീനാണെങ്കിലും ഓപ്പറേഷൻ സക്സസ് ആയ സന്തോഷത്തിലാണ് കേട്ടോ പൊന്നൂസ്. അവളിതൊക്കെ ആദ്യമായിട്ടല്ലേ കാണുന്നത്. അപ്പോൾ അവൾ ഭയങ്കര സന്തോഷത്തിലാണ്. അവൾ തന്നയ്ക്ക് കയ്യിൽ പിടിക്കാമെന്നൊക്കെ പറയുന്നത്. അത്രയും സന്തോഷമായി പൊന്നൂസിന്. ഇനിയിപ്പോൾ അടുത്ത ചൂണ്ടയിടയിൽ മീൻ പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അടുത്തതും കിട്ടിയെന്ന് തോന്നുന്നു. ഒരു മീനും കൂടി നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഗൈസ്. അപ്പോൾ ആ ചൂണ്ടയുടെ മുകളിൽ നിന്ന് അവനതിനെ വേർപ്പെടുത്തി എടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ ഈ ചൂണ്ട ഇട്ട് പിടിക്കുന്ന മീനുകൾക്ക് ആയുസ് കുറവായിരിക്കുന്നു. കാരണം ആ ചൂണ്ട അതിൻ്റെ വായുടെ മുകളിൽ കൊളുത്തിയിട്ടാണല്ലോ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിന് ആയുസ് കുറവാന്നൊക്കെ പറയണ കേട്ടിട്ടുണ്ട്. അതിൽ എത്രമാത്രം സത്യം ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ പറയണ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കിട്ടിയ 2 മീനെയും കൂടിയിട്ട് ഈ നമ്മുടെ കവറിൽ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. പൊന്നൂസിൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ മീനിൻ്റെ കാര്യം കട്ടപ്പുകയാണ്. എന്തായാലും അവൾക്ക് നമ്മൾ കൊടുക്കണില്ല. വീട്ടിലെത്തി കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അടുത്ത വലിയൊരു മീനെ പിടിക്കാന്നുള്ള ആവേശത്തിലാണ് എൻ്റെ കെട്ടിയവൻ ചൂണ്ടയിടുന്നത്. കിട്ടുമോ എന്തോ നമുക്ക് നോക്കാം. നമ്മൾ പാടത്ത് ഇടുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് എൻ്റെ ചേച്ചി അവരുടെ സൈഡിലെ പറമ്പിൽ കൂടെ അപ്പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ല, അവരുടെ പറമ്പിൻ്റെ ബാക്ക് സൈഡായിട്ടാണ് ഈ പാടം വരുന്നത്. അപ്പോൾ പറമ്പിൽ കൂടെ ഇങ്ങോട്ട് ഇറങ്ങുന്നുണ്ട്. എന്താണ് ഇവരെ മീൻപിടുത്തം അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഏട്ടൻ്റെ അറ്റംപ്റ്റ് കഴിഞ്ഞിട്ട് ചേച്ചിയുടെ 2ാമത്തോന് കൊടുത്തു. അവന് എക്സ്പീരിയൻസ് ഉള്ളതല്ലേ, അപ്പോൾ അവൻ പിടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവന് കൊടുത്തു. ഇവിടെ നിറയും പൂക്കളുണ്ടായി നിൽക്കുന്നുണ്ട്. മഞ്ഞ പൂക്കൾ ഇങ്ങനെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇത് പെട്ടെന്ന് പടർന്ന് പിടിക്കുന്ന ഈ പാടഭാഗങ്ങളിലൊക്കെ ഉണ്ടാകുന്ന അങ്ങനെ മീൻ പിടിച്ചൊരു മാതിരിയായി കേട്ടോ. അവരാണ് മീൻ പിടിക്കുന്നതെങ്കിലും നിന്ന് മനുഷ്യൻ്റെ കാലിൻ്റെ ഒരു വിധമായി കാലൊക്കെ. അപ്പോൾ നല്ല വെയിലും, അത്യാവശ്യം വെയിലും അവിടെ ഉണ്ടായിരുന്നു. ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ കുറച്ച് വെയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മീൻപിടുത്തമൊക്കെ അവസാനിച്ചിട്ടൊന്നുമില്ല. അവർ പിടിക്കട്ടെ, നമുക്ക് കുറച്ച് നേരം കൂടി നിന്നിട്ട് പോവാന്നുള്ളൊരു പ്ലാനിലായിരുന്നു ഞാനും പൊന്നൂസും. അങ്ങനെ ചേച്ചി ഇതാണ് കേട്ടോ എൻ്റെ ചേച്ചി. അങ്ങനെ ഞങ്ങൾ 3 കൂടി ഒരു സെൽഫിയും ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ചേച്ചീനെ കണ്ടപ്പോൾ പൊന്നൂസ് ചേച്ചിയുടെ കയ്യിലേക്ക് ഒറ്റ ചാട്ടാ.
അങ്ങനെ കുറച്ച് നേരം ചേച്ചി എടുക്കട്ടെ, ഞാൻ ഫ്രീ ആവട്ടെ എന്ന് വിചാരിച്ച് ചേച്ചിയുടെ കയ്യിലേക്ക് പൊന്നൂസിനെ ഇങ്ങോട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് അവൾ അപ്പനെ കണ്ടപ്പോൾ അപ്പയുടെ കൂടെ വെള്ളത്തിലിറങ്ങണം എന്ന് പറഞ്ഞിട്ടായി പിന്നത്തെ ബഹളം. അങ്ങനെ ഏട്ടൻ ആ പാലത്തിൻ്റെ സൈഡിലുള്ള ആ വെള്ളത്തേക്ക് വെറുതെ ഒന്ന് കാലിങ്ങനെ അലമ്പാൻ വേണ്ടിയിട്ട് വെറുതെ ഇങ്ങനെ അവളെന്നെ നിർത്തി കൊടുത്തു. നിർത്തല്ല, നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ ആക്കി കൊടുത്തു. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വെള്ളത്തിൽ കളിക്കാൻ. പക്ഷേ നമുക്കറിയില്ലല്ലോ വെള്ളത്തിലൊക്കെ കാലിട്ട് കഴിഞ്ഞാൽ ചിലവർക്കും അതിൻ്റെ ഇത് പറ്റില്ലല്ലോ, മണ്ണും ഇതൊക്കെയല്ലേ. അപ്പോൾ നമ്മളങ്ങനെ ശീലിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അത് എന്താവുമെന്ന് അറിയില്ല, ചൊറിച്ചിൽ വരുമോയെന്നൊന്നും അറിയില്ലല്ലോ. ഒരു പ്രാവശ്യം ചെയ്തു കൊടുത്തു. എന്നിട്ട് അവർ പിന്നെയും മീൻ പിടിക്കാൻ പോയി. ഞാൻ എന്തായാലും നിർത്താൻ പോവാണ്, ഞാൻ വീട്ടിൽ പോവാട്ടെ ഏട്ടാന്ന് പറഞ്ഞിട്ട് ഞാനും ഒരു ദിവസം വീട്ടിൽ പോകാൻ നിൽക്കണം കേട്ടോ. എന്നാൽ പിന്നെ ചുറ്റുമുള്ള ഈ ഭാഗം കൂടി ഒന്ന് വീഡിയോയിൽ പിടിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ നിറയും ചേമ്പലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. താഴെ നിർത്താൻ പറ്റില്ല, അപ്പടി പുല്ലാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ വീട്ടിൽ പോന്നു. ചേച്ചിയുടെ വീട്ടിലേക്കും പോയി. അങ്ങനെ അവരനും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. നല്ല മഴക്കാറും വരുന്നുണ്ട്. അങ്ങനെ ഇതാ പേപ്പനും മോനും കൂടിയിട്ട് പൊന്നൂസ് ഇതാ ചേമ്പലൊക്കെ തല്ലിൽ വെച്ചിട്ട് ഓടുകയാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവൾക്ക് മഴ വരുമ്പോൾ കുട കിട്ടിയില്ലെങ്കിൽ ചേമ്പല വെച്ചോന്നൊക്കെ പറഞ്ഞു കൊടുത്ത കാരണം അവൾ ആ ചേമ്പല കളയാണ്ട് സൂക്ഷിച്ച് വെച്ചേക്കാണ്. അപ്പോൾ അത് തലയിൽ വെച്ചിട്ട് ഓടുകയാണ് കേട്ടോ. അപ്പോൾ അതെ മീനെ എന്തോരം കിട്ടിയെന്നൊക്കെ നമുക്കിപ്പോൾ കാണാം കേട്ടോ. ആ 2 മീൻ തന്നെ പിന്നെ കിട്ടിയിട്ടേ ഇല്ല. 2 മീനെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ മീനെ കിട്ടിയിട്ടേ ഇല്ല. ഇന്നലെ ഒരു മീനും കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൊത്തം 3 മീനെ നമുക്ക് കിട്ടിയേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേ പൊന്നൂസ് അതിനെ ഇങ്ങനെ പീച്ചി ദൈവമേ അതിൻ്റെ നിന്ന് എന്താവോ എന്തോ അതിൻ്റെ കഥ കട്ടപ്പുകയായിരിക്കും. 2 മീനെ ഇന്ന് നമുക്ക് 2 മീനെ കിട്ടി. ഇന്നലെ ഒരെണ്ണത്തിനും കിട്ടി. അപ്പോൾ നമ്മളതൊരു ബക്കറ്റിൽ ഇട്ടേക്കാണ്, അല്ലെങ്കിൽ അവൾ അതിനെ ശരിയാക്കും. അപ്പോൾ നമ്മുടെ മീൻ പിടിക്കൽ അവസാനിച്ചു.